സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ അവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ പ്രമുഖർ അവിടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം അവർ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നവമി അവിടെ തുടരുകയാണ്. നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊമ്മന്റെ മക്കൾ എന്ന ചിത്രം ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രത്തെക്കുറിച്ച് ഒരുപടി കൂടുതൽ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ച ഒരേ തലത്തിലുള്ള അമ്മവേഷങ്ങൾ കൈകാര്യം ചെയ്ത കവിയൂർ പൊന്നമ്മയ്ക്കപ്പുറം മലയാളികളെ മറ്റൊരു വൈകാരിക തലത്തിലേക്ക് എത്തിക്കാൻ ഈ തൊമ്മന്റെ മക്കൾ എന്നുള്ള ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ കവിയൂർ പൊന്നമ്മയ്ക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ. ഭാര്യമാരുടെ താളത്തിന് തുള്ളുന്ന മക്കൾ, ആ മക്കളും മരുമക്കളുടെയും അടികൊണ്ട് മരിക്കുന്ന അമ്മയുടെ കഥാപാത്രമാണ് ആ ചിത്രത്തിൽ കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ചത്. അത് എത്രത്തോളം മനസ്സിന്, കണ്ട ഓരോ പ്രേക്ഷകന്റെയും മനസ്സിന് വിങ്ങലുണ്ടാക്കി, ഹൃദയം കീറി മുറിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. സത്യനും മധുവും കൊട്ടാരക്കര ശ്രീധരൻ നായരും അഭിനയിച്ച തൊമ്മന്റെ മക്കൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ശശികുമാർ തന്നെ സ്വന്തം എവിടെ ബന്ധം എവിടെ എന്ന പേരിൽ വീണ്ടും ചലച്ചിത്രമാക്കുകയുണ്ടായിരുന്നു. അന്ന് ജോസ് പ്രകാശും മോഹൻലാലും ലാലു അലക്സും അച്ഛനും മക്കളുമായി വന്നപ്പോൾ അമ്മവേഷം ചെയ്തത് കവിയൂർ പൊന്നമ്മ തന്നെയായിരുന്നു. ഭവ്യ പാർവതി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഭവ്യ, കവിയൂർ പൊന്നമ്മയുടെ ഇത്തരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നേരത്തെ ആഷിഖ് അബുവിന്റെ ചിത്രത്തിലെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിൽ കവിയൂർ പൊന്നമ്മയെ ആഷിഖ് അബു എങ്ങനെ അവതരിപ്പിച്ചു എന്നതിനെ കുറിച്ച് ഭവ്യ പറയുകയുണ്ടായി. പക്ഷേ നമ്മൾ ഏറെയും കണ്ടിട്ടുള്ളത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു അമ്മയുടെ കഥാപാത്രമായി മാത്രമാണ്. പക്ഷേ പൊതുവെ ഇത്തരത്തിൽ ഒരേ തലത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ മലയാളികൾ അവർക്ക് വിരസതയുണ്ടാകും. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട നടിയാണെന്നൊക്കെ മുദ്ര കുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കവിയൂർ പൊന്നമ്മയുടെ കാര്യത്തിൽ മാത്രം അത് അങ്ങനെയല്ല. ഏത് സിനിമയാണെങ്കിലും അമ്മയുടെ വേഷം അത് കവിയൂർ പൊന്നമ്മ ചെയ്യുന്നതിലാണ് മലയാളിക്ക് സന്തോഷം. അത് എത്രമാത്രം ആവർത്തിച്ച് വന്നാലും ആ നടിയെ മാത്രം മലയാളിക്ക് ഒരിക്കലും മടുക്കുകയുണ്ടായിരുന്നില്ല, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്താൻ മാറിയ. കാരണം എപ്പോഴും ഇപ്പോൾ പറഞ്ഞതുപോലെ അമ്മവേഷം എന്നതിൽ ഒതുങ്ങിപ്പോയി കവിയൂർ പൊന്നമ്മ എന്നത് ഒരു സത്യം തന്നെയാണ്. കാരണം അത്രമാത്രം അമ്മവേഷങ്ങൾ മാത്രമേ നമ്മൾക്കും ഇപ്പോൾ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് ഒന്ന് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആയിരക്കണക്കിന് അമ്മവേഷങ്ങൾ ഇങ്ങനെ വരും. കവിയൂർ പൊന്നമ്മ അഭിനയിച്ച ഒരുപാട് അമ്മവേഷങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലോട്ട് വരും. പക്ഷേ ഏറ്റവും പ്രധാനമായി ആ അമ്മവേഷങ്ങളിൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള കുറച്ച് നെഗറ്റീവ് സിനിമകളുമുണ്ട്, നെഗറ്റീവ് റോളുകളും അഭിനയിച്ചിട്ടുണ്ട് പ്രധാനമായും കവിയൂർ പൊന്നമ്മ എന്ന് പറയേണ്ടി വരും. പക്ഷെ ആ നെഗറ്റീവ് റോളുകളൊന്നും ഇപ്പോൾ ആര് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒന്നും ഓർമ്മകളിലേക്ക് പെട്ടെന്ന് ഓടി വരത്തില്ല. എപ്പോഴും കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ സൗമ്യ മുഖമുള്ള, ചുവന്ന വലിയ പൊട്ട് തൊട്ട, ചിരിച്ചുകൊണ്ടിരിക്കുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം നമ്മുടെയൊക്കെ മനസ്സിലോട്ട് വരുന്ന ഒരു മുഖം, മലയാളികളുടെ കവിയൂർ പൊന്നമ്മ, ആ ഒരു മുഖം മാത്രമേ നമ്മുടെയൊക്കെ ഓർമ്മകളിലേക്ക് എപ്പോഴും വരൂ. ലാലേട്ടൻ്റെ, മോഹൻലാലിൻ്റെ കൂടെ അമ്മയായി, മമ്മൂട്ടിയുടെ കൂടെ അമ്മയായി അഭിനയിച്ച ആ ഒരു നടിയെ മാത്രമേ നമ്മളെപ്പോഴും. ശരി ഭവ്യ, ഞാൻ മടങ്ങിയെത്താം.